ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാസ് എമ്മി കിച്ചൺ. ഞാൻ മായ സന്തോഷ്. നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ലെമൺ പിക്കിളാണ്. ഇത് നമ്മൾ ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു ലെമൺ പിക്കിളാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലെമൺ പിക്കിളാണ്. അപ്പം നമ്മൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചു. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് ഞാനൊരു 5 നാരങ്ങ ഇടുകയാണ്. ഞാനിതിനകത്ത് ഒന്ന് വഴറ്റിയാണ് നാരങ്ങ എടുക്കുന്നത്. നിങ്ങൾക്കിത് വഴറ്റണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് അരിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റുമ്പോൾ നമ്മുടെ ഈ ഹാർഡായിട്ടുള്ള ലെമണിൻ്റെ പുറഭാഗം ഉണ്ടല്ലോ, ഒന്ന് സോഫ്റ്റ് ആവണം. ഒത്തിരി സോഫ്റ്റ് ആവല്ലേ, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും. ഇതേപോലെ ഒന്ന് സോഫ്റ്റായി എണ്ണയെല്ലാം നാരങ്ങയിലൊന്ന് പിടിക്കണം. ഒത്തിരി സോഫ്റ്റ് ആകാൻ ഇടവരുത്തല്ലേ, നമുക്ക് ഇതായിപ്പോവും. ഭയങ്കര ജ്യൂസി ആയിരിക്കും. നമ്മൾ ആ എണ്ണ ഉപയോഗിക്കാതെ വേറെ എണ്ണ എടുത്തിരിക്കുകയാണ്. ആ എണ്ണ എടുത്താൽ കഴിക്കും. അപ്പം ഞാൻ നല്ലെണ്ണ തിരിച്ചെടുത്തിരിക്കുകയാണ്. വേറെ ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കടുക് വറുക്കുക. നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ തന്നെ നല്ലെണ്ണയിലായതുകൊണ്ടാണ് അത് പതഞ്ഞ് വരുന്നത് കേട്ടോ. ആദ്യം ഒന്ന് പതഞ്ഞ് വരും. അത് കഴിയുമ്പോൾ പത അടങ്ങും. അപ്പം ഞാൻ കടുകും കൂടെ കുറച്ചിട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതെല്ലാം ചേർക്കണം. അപ്പം വെളുത്തുള്ളി അരിഞ്ഞത് ഞാൻ കുറച്ച് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഭയങ്കര ബ്രൗൺ കളർ ആവല്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ചൂടാവണം. വെളുത്തുള്ളി ഭയങ്കര കളർ ആവല്, മാറിപ്പോരുത് കേട്ടോ. പിന്നെ ഞാനൊരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് സ്പൈസി ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് എരിയുണ്ട്. അത് കാരണമാണ് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നത്. പിന്നെ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ, അത് കാരണം ഞാൻ ഒരു 1.5 പച്ചമുളക്, ഒരെണ്ണം വലിയൊരെണ്ണം ആണെങ്കിൽ 1 മതി, അല്ല ചെറുതാണെങ്കിൽ 2. ഓക്കെ, അത്രയും മതി. ഞാൻ 5 നാരങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം അത്രയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് വേണ്ട നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ആദ്യം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്തോട്ട് നമ്മുടെ അത് കറക്റ്റാണോ നോക്കണം. നമ്മുടെ കയ്യിലുള്ള നാരങ്ങയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വേണ്ടി വരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ് ഈ 5 നാരങ്ങയ്ക്ക്. നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ് നമ്മുടെ നാരങ്ങ. കണ്ടില്ലേ, നമ്മളിതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഉലുവപ്പൊടിയും കായപ്പൊടിയും ആദ്യം ചേർത്തില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് ആയിക്കോളൂ എന്ന് വെച്ച് ഞാൻ സൈഡിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കണം, കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. കാരണം നാരങ്ങ പിക്കിളിന് ഇതിൻ്റെ 2ൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുളക് പൊടി ചേർത്ത സമയത്ത് ചേർത്താൽ മതി. നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് മണത്തിന് ആവശ്യമുള്ള ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കൂടുതൽ കായപ്പൊടിയൊന്നും വേണ്ട, കഴിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് വിനീഗർ വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ഒഴിക്കും. ഞാൻ അതിനകത്ത് ഒട്ടും വിനീഗർ ഒഴിക്കുന്നില്ല. ഞാൻ പിക്കിൾ ഉണ്ടാക്കുമ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ, വിനീഗർ ഒഴിക്കാറുമില്ല. അത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ ശേഷം ചെയ്യാം. അങ്ങനെ നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. എല്ലായിടത്തും നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓണസദ്യ ആകുമ്പോഴത്തേനും ഇത് കറക്റ്റായിരിക്കും. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്